ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നാളെ വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത്. ഇത് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ആദർശ് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തൂടെയാണല്ലോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. പക്ഷെ നയനിയും ദേവയാനിയും ആദർശും ഒക്കെ ചേർന്ന് അഭിയുടെയും നവ്യയുടെയും ജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവര് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ്. നമ്മുടെ ആദർശിന്റെയും നയനയുടെയും കുട്ടിയായിട്ട് തന്നെയാണ് ചന്തുമോൾ ആ വീട്ടിൽ വളരാൻ പോകുന്നത്. ഇത് നമ്മുടെ നവ്യക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നവ്യ തല പൊക്കി തുടങ്ങിയിരിക്കുന്നു. നവ്യക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ അഹങ്കാരം തലയ്ക്ക് പിടിക്കാൻ കാരണം അഭി തന്നെയാണ്. അഭി ഓരോന്ന് പറഞ്ഞ് നവ്യയും നയനയും തമ്മിലുള്ള ആ ഒരു ബന്ധം, നമ്മുടെ ആദ്യത്തെ പഴയ നവ്യയില്ലേ, ആ നവ്യയിലേക്കാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ അഭിക്ക് ജ്വല്ലറിയിൽ നല്ലൊരു സ്ഥാനം കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, അഭിക്ക് ഭയങ്കര വിഷമം. താന് ഈ കുടുംബത്തിൽ ആരും അല്ലല്ലോ, തന്നെ എല്ലാവരും അങ്ങനെയാണല്ലോ കാണുന്നത്, എൻ്റെ കുട്ടീനെ ആരും അങ്ങനെ കാണരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്റെ ഭർത്താവ് ഇവിടെ ഒത്തിരി അധികം എല്ലാവരിൽ നിന്നും എന്താ പറയുക, എല്ലാവരും തന്റെ ഭർത്താവിനെ അടിച്ചമർത്താണെന്നൊക്കെ ഒരു ചിന്തയും, നമ്മുടെ അഭി ഏത് നേരവും ഇതൊക്കെ പറയുകയും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ആദർശിന്റെ കുഞ്ഞാണല്ലോ ചന്തുമോൾ എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് നവ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും ആദർശിനെ ആ വീട്ടിൽ എല്ലാവരും സ്നേഹിക്കുന്നു. അതുപോലെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയിട്ടില്ല, പഴയ ജോലി തന്നെ തുടരുന്നു, MD തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നവ്യയോട് പറഞ്ഞ് എരിവ് കയറ്റി നവ്യേനെ നയനയിൽ നിന്നും തിരിക്കുകയാണ്. അങ്ങനെ നവ്യ വീണ്ടും പഴയ നവ്യായിട്ട് മാറുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നവ്യയുടെയും അഭിയുടെയും കുട്ടീനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നയനയാണെന്ന് സഹിതം നവ്യ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇനിയിപ്പോ കാണാൻ പോകുന്നത്. പക്ഷെ ഇതൊന്നും നവ്യക്ക് അറിയില്ല. നവ്യ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ചന്തുമോൾ ആദർശിന്റെ കുഞ്ഞാണ്. അതുകൊണ്ടാണ് നവ്യക്ക് ഇത്ര അഹങ്കാരം. പിന്നെ ജലജയോ നവ്യനെയും കുഞ്ഞിനെയും അങ്ങ് വാരിക്കോരി അങ്ങ് സ്നേഹിക്കുകയാണ്. അപ്പം ജലജയും അഭിയും നവ്യയും ഒരു കെട്ടാവുകയാണ്. നമ്മളൊരു ഫാമിലിയാണ്, നമ്മളൊരു കെട്ടാണ് ആകേണ്ടത്. നിന്റെ ഭർത്താവിന് നീ ജോലി മേടിച്ചു കൊടുക്കണം. നീയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോലി മേടിച്ചു കൊടുക്കേണ്ടത്. നീ നിന്റെ അനിയത്തിയെ കൊണ്ട്, നിന്റെ അനിയത്തിയുടെ ഭർത്താവാണല്ലോ MD, അപ്പം നിന്റെ ഭർത്താവിനൊരു നല്ല സ്ഥാനം തരാലോ. ഇനി എന്തൊക്കെ ചെലവുകളാ കിടക്കുന്നതെന്ന് അറിയാലോ. നിന്റെ കുട്ടിയെ വളർത്തണം, അതിന് നല്ലൊരു സ്കൂളിൽ ചേർക്കണം. അപ്പൊ ഈ വക കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ താന്ന് നിന്നാൽ ശരിയാവില്ല നവ്യ. നമ്മുടെ ശബ്ദം ഉയർന്നാലേ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. അതുകൊണ്ട് നവ്യ, നീ എന്ത് ചെയ്യണം? നീ ഇതൊക്കെ പറഞ്ഞ് നിന്റെ അനിയത്തിനെ മനസ്സിലാക്കിപ്പിച്ച് എനിക്ക് നല്ലൊരു സ്ഥാനം മൂർത്തീസ് ജ്വല്ലറി തരണം. ഒരു 2-3 ബ്രാഞ്ചിന്റെ എങ്കിലും ആ ഒരു ഇതില് നമ്മൾ നിൽക്കണം. അനിയാണെങ്കിൽ തെറ്റ് ചെയ്തു. അനി സ്വന്തം ഭാര്യയെ സ്നേഹിക്കാതെ നിന്റെ അനിയത്തിയെ സ്നേഹിച്ച് പുറകെ നടക്കുന്നു. അതുപോലെ ആദർശ് തെറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എല്ലാവരും മിടുക്കന്മാര്, നിന്റെ ഭർത്താവ് എന്താ മോശം, അങ്ങനെ വിട്ടുകൊടുക്കുന്ന ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യനെ ഇങ്ങനെ എരികേറ്റാണ്. ഏതായാലും നവ്യ എന്ത് ചെയ്യുന്നു? നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ നയന, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ ഈ സംസാരത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടല്ലോ നവ്യയുടെ. അപ്പൊ അതുകൊണ്ട് എന്താ ചേച്ചിക്ക് പറ്റിയത്? ചേച്ചിയുടെ സ്വരം മാറിയിരിക്കുന്നത് എന്താ? എനിക്കിപ്പം ഈ സ്വരം കേട്ടിട്ട് പഴയ എന്റെ നവ്യേച്ചിനെ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞപ്പോ പഴയ നവ്യെങ്കിൽ പഴയ നവ്യ. എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല നയനെ. നീ എൻ്റെ അനീതിയൊക്കെയാണ്, പക്ഷെ ഇപ്പം നമ്മൾ രണ്ടും 2 കുടുംബമാണ്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ രണ്ടും 2 കുടുംബമാണെന്നോ? നമ്മൾ രണ്ടും ഒരു കുടുംബത്തിലല്ലേ വന്നിരിക്കുന്നത്? ഒരു കുടുംബത്തിലാണെങ്കിലും ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ താമസിക്കലൊക്കെ ഉള്ളത്. ഇല്ലായിരുന്നെങ്കിലേ നമ്മളിപ്പോ 2 കുടുംബത്തിൽ ഇരുന്നേനെ. ഈ ഒരു വലിയ തറവാട്ടിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് ഒരു കുടുംബം എന്ന് പറയുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ 2 കുടുംബത്തിൽ ഇരുന്നേനല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ദേ അഭിയെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തഴഞ്ഞിടുന്നത് എന്താണ്
എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവൻ അവന്റെ കുഞ്ഞിനെയും ഭാര്യയെയും പൊന്നുപോലെ നോക്കുന്നു. പഴയതൊക്കെ എന്തിനാ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് എന്റെ അഭിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇതൊക്കെ നിനക്ക് നിന്റെ ഭർത്താവിനോട് പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? വേണ്ട, പോട്ടെ. നീ എന്ത് പറഞ്ഞാലും മുത്തച്ഛനും മുത്തശ്ശിയും കേൾക്കൂലോ. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ എന്റെ ഭർത്താവിന് ഇനിയും വെറും ഒരു സ്റ്റാഫിനെ പോലെ കാണുന്നത്? ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് ഇരച്ചി കയറി വരുന്നുണ്ട് ദേഷ്യം. പക്ഷെ നവ്യയോടൊന്നും പറയാൻ പറ്റത്തില്ല. നവ്യയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നവ്യ അഭിനെ ഉപേക്ഷിച്ചിട്ട് പോകും. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു അച്ഛനില്ലാതെ ഒരു കുഞ്ഞിനെ നമ്മുടെ നവ്യ വളർത്തേണ്ടി വരും. അപ്പൊ ഇതുകൊണ്ടൊക്കെ പറയാൻ ഇങ്ങനെ നാവിന്റെ തുമ്പത്തെത്തിയ നയന അതെല്ലാം അങ്ങോട്ട് വിഴുങ്ങി വിടാണ്. എന്നിട്ട് നയന പറഞ്ഞു, ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അഭിക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു പോസ്റ്റ് കൊടുക്കാം എന്നുള്ളതല്ലാതെ ബ്രാഞ്ച് ഒന്നും അഭിയെ ഏൽപ്പിക്കാന് ഒരിക്കലും ആദർശേട്ടൻ സമ്മതിക്കില്ല. അതിപ്പം ഞാൻ പറഞ്ഞെന്നോർത്തോ, ആദർശേട്ടൻ പറഞ്ഞെന്നോർത്തോ മുത്തശ്ശൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഇവിടെ എന്ത് പറഞ്ഞാലും മുത്തശ്ശൻ സമ്മതിക്കുന്നുണ്ടല്ലോ. നീ എന്ത് പറഞ്ഞാലും മുത്തശ്ശൻ സമ്മതിക്കുന്നുണ്ട്. നിന്നെ അതുപോലെ മുത്തശ്ശൻ ഇഷ്ടമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനേ എന്റെ ഭർത്താവെ അവിഹിതങ്ങൾ പലതും കൂടിയിട്ടുണ്ട്. പക്ഷേ എന്റെ ഭർത്താവിന് അവിഹിതത്തിൽ ഒരു കൊച്ചൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ടും എന്റെ ഭർത്താവിന് ഒരു വിലയും കൊടുക്കാതെ അവിഹിതത്തിൽ കൊച്ചുണ്ടായവരെ ഇപ്പം പൊക്കത്തെടുത്ത് വെച്ചേക്കുക. ആദർശൻ പറഞ്ഞ് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ആദർശൻ. സത്യം പറയാനല്ലോ നയനെ, എനിക്കിപ്പം അങ്ങനെ കാണുന്നത് അറപ്പും വെറുപ്പുവാ. എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിനാ അന്ന് ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാതെ അഭിയുടെ കൂടെ ഇറങ്ങിപ്പോയത്. ഇപ്പൊ അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഗതി എനിക്ക് വന്നേനെ. നീ ഇതൊക്കെ പിടിച്ച് സഹിച്ച് നിൽക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഏതായാലും എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ നിന്റെ ചേച്ചിയും നീ എൻ്റെ അനിയത്തിയും ഒക്കെ ആയിരിക്കാം, പക്ഷെ എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുവാ എനിക്കിപ്പോ ഏറ്റവും വലുത്. ഞങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം വേണം. എൻ്റെ കൊച്ചിന്റെ അച്ഛൻ എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു ജോലി തന്നെ പറയാൻ പറ്റണം. അതുകൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ അവകാശം ഞങ്ങൾക്കും കൂടി വിട്ടു തരണം. അതോ ഇനിയിപ്പം എൻ്റെ ഭർത്താവ് പുറത്തുനിന്ന് വന്നത് കൊണ്ടാണോ, ഈ കുടുംബത്തിലെ കൊച്ചുമകൻ അല്ലാത്തത് കൊണ്ടാണോ എല്ലാവരും കൂടെ തഴഞ്ഞിട്ടിരിക്കുന്നത്? ഇത് കേട്ടതും നമ്മുടെ ആദർശ് വരികയാണ്. അപ്പൊ ഇത് പകുതിയൊക്കെ കേട്ടോണ്ടാണ് ആദർശ് ഇങ്ങനെ നിന്നത്. അപ്പൊ ആദർശ് വന്നിട്ട് നവ്യയെ നിർത്തുന്നുണ്ടോ നീ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശിനെ കണ്ട ഉടനെ നവ്യക്ക് വലിയ മീച്ചൊന്നും ഇല്ല കേട്ടോ. പണ്ട് ആദർശിനെ കാണുമ്പം എന്താ പറയാ, ഭയങ്കര സ്നേഹത്തോടു കൂടി പെരുമാറിയ ആളാണ് നമ്മുടെ നവ്യ. നവ്യക്ക് മീച്ചൊന്നുമില്ല. നവ്യ പറഞ്ഞു, ആദർശേട്ടൻ എന്നെ കൂടുതൽ പേടിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ആദർശേട്ടൻ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയില്ല. ആദർശേട്ടന്റെ ഭാര്യ പറയുമായിരിക്കും, ചിലപ്പോൾ ആദർശേട്ടന്റെ അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറയുമായിരിക്കും. പക്ഷേ ആദർശേട്ടൻ കാണിക്കുന്നത് തെറ്റ് തന്നെയാണ്. ചെയ്ത വലിയ തെറ്റിന് ഭാര്യ കൂട്ടുനിന്നോർത്ത് തെറ്റല്ലാതാവില്ലല്ലോ. അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ കുടുംബജീവിതമായി അതിലൊന്നും ഞാൻ കയറി ഇടപെടുന്നില്ല. ഏതായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആദർശേട്ടൻ എന്റെ ഭർത്താവിനെ ഇങ്ങനെ തഴഞ്ഞിടരുത്. എന്റെ ഭർത്താവിന് നല്ലൊരു ജോലി, അത് മൂർത്തീസ് ജ്വല്ലറിയിൽ കൊടുത്തിരിക്കണം. MD എന്ന സ്ഥാനമൊന്നും കൊടുക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ. ഒരു 3-4 ബ്രാഞ്ചിന്റെ ചുമതലയെങ്കിലും എന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചാൽ എന്താ കുഴപ്പം? എന്റെ ഭർത്താവ് ഇപ്പം ഒരു കൊച്ചിന്റെ അച്ഛനാ. ആ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ കൈനീട്ടുന്നത് ആ കുഞ്ഞിന് സഹിക്കില്ല. എന്തിനും ഏതിനും ആദർശേട്ടന്റെ മുമ്പിൽ വന്ന് കൈനീട്ടണം, അല്ലെങ്കിൽ മുത്തച്ഛന്റെ മുമ്പിൽ വന്ന് കൈനീട്ടണം, യാചിക്കണം. അതെ, എന്റെ ഭർത്താവിന് എന്തെങ്കിലും എനിക്കും എന്റെ കുട്ടിക്ക് മേടിച്ചു തരണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചിച്ച് മേടിക്കുന്ന അത് ഒരിക്കലും അതിന് എനിക്ക് വേണ്ട. എന്റെ ഭർത്താവിന് നല്ലൊരു പൊസിഷൻ മൂർത്തീസ് ജ്വല്ലറിയിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട് ഇങ്ങ് തന്നേരെ, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും മാറിപ്പോയി താമസിച്ചോളാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആദർശൻ എന്തു പറയണമെന്നറിയില്ല. നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നയന പറഞ്ഞു, ചേച്ചി നിർത്തുന്നുണ്ടോ? അതിര് കിടക്കുന്നുണ്ട്. ഇനി ചേച്ചി സംസാരിച്ചാലേ ചേച്ചി കരഞ്ഞോണ്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതും പിന്നെ ഈ അനന്തപുരി തറവാട്ടിൽ ചേച്ചി കാണില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നീ എന്താ എന്നെ ഇറക്കി വിടുവോ? ഓ, അനന്തപുരി തറവാടിന്റെ അവകാശം മൊത്തം നിനക്കും ആദർശേട്ടനും ഇവിടെ ഉള്ളവർ എഴുതി തന്നിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, ദേ നവ്യേ, നീ നിർത്തിക്കോ, മതി നീ സംസാരിച്ചത്. ഇനി നീ സംസാരിക്കരുത്. എന്നോട് എന്റെ ഭാര്യയോടോ സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയും അർഹതയും നിനക്കും നിന്റെ ഭർത്താവിനും ഇല്ല. ഓഹോ, അപ്പോഴും നിങ്ങൾ പറയുന്നത് യാതൊരു യോഗ്യതയും എനിക്കും എന്റെ ഭർത്താവിനും ഇല്ലെന്ന്. അതിനർത്ഥം എന്താ? ഞാനും എന്റെ ഭർത്താവും ഈ കുടുംബത്തിൽ അധികപ്പറ്റാണെന്നല്ലേ നിങ്ങളിപ്പൊ പറഞ്ഞു വന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങ് പിണങ്ങി പോവുക. നയനക്കാണ് എന്ത് പറയണമെന്ന് അറിയില്ല. നയന വല്ലാത്തൊരവസ്ഥയിൽ. അപ്പൊ നയന പറയാ, എന്താ ആദർശേട്ടാ ചെയ്യേണ്ടത്? ചേച്ചി ഇങ്ങനെ അധപ്പതിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചേച്ചിയുടെ അഹങ്കാരം കുറയാനായിട്ട് ഞാൻ ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയട്ടെ. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഹങ്കരിക്കുന്നത് എന്റെ ചേച്ചി ഉണ്ടല്ലോ,
ദേ ഒന്നും അല്ലാതായി പോകും. വേണ്ട വേണ്ട നയനെ, വെറുതെ എന്തിനാ നമ്മൾ നബിയുടെയും ജീവിതം തകർക്കുന്നത്? അവര് ജീവിക്കട്ടെ. ഇതെല്ലാം അവൻ കുത്തി എരിവ് കയറ്റി കൊടുത്ത് വിടുന്നതാ. നവ്യേനെ പറഞ്ഞു വിടുന്നത് എന്റെ അപ്പച്ചിയും അഭിയും കൂടെ ചേർന്ന. അവനെ ഞാനൊന്ന് പോയി കാണട്ടെ, അവനോട് ഞാനെല്ലാം ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് നേരെ അഭിനെ കാണാൻ പോവുകയാണ്. അങ്ങനെ ആദർശ് അഭിനെ കാണാൻ പോവുകയും അഭിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറ്റരുത്, സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും, പിന്നെ നിന്റെ അഹങ്കാരം നിലയ്ക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ച് ഇവിടെ ഇരുന്നോണം. ഇനി മേലാല് നവ്യേനെ എരികേറ്റി കൊടുത്ത് വിട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാനൊന്നും നവ്യോട് പറഞ്ഞിട്ടില്ല ആദർശേട്ടാ. ആദർശേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ആദർശേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. നീ എന്താ ഓർത്തിരിക്കുന്നത്? ഈ ചന്തുമോൾ ആരുടെ കുഞ്ഞാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിന്റെ പ്രൂഫ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് നീ കൂടുതൽ കളിക്കരുത് എന്ന്. നിന്റെ അമ്മ പോലും അറിയാത്ത പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നവ്യയുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. അതുപോലെ തന്നെ നിന്റെ ജീവിതവും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അനന്തപുരി തറവാട്ടിൽ ജീവിച്ചോണം നീ. ഇല്ലെങ്കില് ദേ അറിയാലോ, ചന്തുമോളുടെ അച്ഛൻ നീയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും. ഇത് കേട്ടതും വല്ലാത്തൊരു ഷോക്കാകും കേട്ടോ നമ്മുടെ അഭിക്ക്. അപ്പൊ ഈ എപ്പിസോഡൊക്കെ ഒരു 3-4 എപ്പിസോഡായിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കഥ 3-4 എപ്പിസോഡൊക്കെ ആയിട്ടേ വരത്തുള്ളൂ കേട്ടോ. ഓരോ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു 3-4 എപ്പിസോഡാണ് ഞാനിപ്പം ഈ ഒരു 10 മിനിറ്റ് 11 മിനിറ്റും കൊണ്ട് പറഞ്ഞു തീർത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷത്തിനായിട്ട് പുതിയൊരു അപ്കമിങ് വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളും അതുപോലെ തന്നെ വേദയുടെയും വിക്രമിന്റെയും ഫുൾ വിശേഷവും ഒക്കെ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിൽ ഇടുന്നുണ്ട്. അപ്പൊ റിയൽ സ്റ്റോറി ന്യൂവ് ഒന്ന് പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കഥ കാണുക, തുടരുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.